ലഡാക്ക് കലാപകാരി സോനം വാങ്ചുക്കിന് പാകിസ്ഥാൻ ബന്ധമെന്ന് ലഡാക്ക് DGP. ഒരു പാക് ഇന്റലിജൻസ് ഓഫീസറെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നുവെന്നും ഇയാൾക്ക് സോനം വാങ്ചുക്കുമായി ബന്ധമുണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ മൊഴിയും ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിന്റെ രേഖകൾ ഉണ്ട് എന്നുകൂടി ലഡാക്ക് DGP അറിയിച്ചു. പാകിസ്ഥാനിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ സോനം വാങ്ചുക്ക് പങ്കെടുത്തിരുന്നു. ഇയാൾ ബംഗ്ലാദേശും സന്ദർശിച്ചിരുന്നു. ഇക്കാര്യങ്ങളിലെല്ലാം കൃത്യമായ അന്വേഷണം നടന്നു വരികയാണെന്നും ലഡാക്ക് DGP പറഞ്ഞു. അതേസമയം ലഡാക്ക് കലാപകാരിക്ക് പിന്തുണയുമായി CPM-ഉം രംഗത്തെത്തിയിട്ടുണ്ട്. जो सोना वांगचुक का है, अगर आप देखें इनका प्रोफाइल और इनकी हिस्ट्री रही है, ये सारा कुछ आपको YouTube में अवेलेबल होगा. जिस किस्म से इंस्टिगेशन वाली उन्होंने बातें की हैं, अरब स्प्रिंग की बात की है, या नेपाल या बांग्लादेश या श्रीलंका की जो इंस्टिगेट करने के लिए उनका एक अपना एजेंडा है. जहां तक आपकी फॉरेन फंडिंग की बात कर रहे हैं, उसके ऊपर ऑलरेडी प्रोसेस चल रही है. FCRA की वायलेशन का कितना वहां पे है. हमने पिछले दिनों जब चलो इस प्लेटफॉर्म में बता देता हूं, हमने एक पाकिस्तान PIO भी पकड़ा था जो इनके साथ उनकी रिपोर्टिंग करके अक्रॉस भेज रहा था. उसके भी एक हमारे पास रिकॉर्ड है. ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഈ സോനം വാങ്ചുക്കിന് പിന്തുണയുമായി പരസ്യ പിന്തുണയുമായി കോൺഗ്രസിന് പിന്നാലെ CPM കൂടി രംഗത്തെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ശ്രീകാന്തിന് പുറമെ നന്ദഗോപനാണ് ചേരുന്നത്. നന്ദൻ, ഈ ലഡാക്ക് കലാപകാരിക്ക് പിന്നിൽ കോൺഗ്രസും CPM-ഉം അടിയുറച്ചു നിൽക്കുന്നു, അത് പരസ്യമായി തന്നെ. അതിന് തൊട്ട് പിന്നാലെ ഇങ്ങനെ പാക് ബന്ധം കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. എന്തിലൊക്കെയാണ് ഈ ലഡാക്ക് കലാപം കൊണ്ടെത്തിച്ചിരിക്കുന്നത്? ഏതൊക്കെ രഹസ്യങ്ങളാണ് മറനീക്കി പുറത്തു വരുന്നത്? നേരത്തെ തന്നെ ഈ സോനം വാങ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു. ഇയാളുടെ സഞ്ചാരപഥങ്ങൾ, ഇയാളുടെ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതൊക്കെ തന്നെ കൃത്യമായി തന്നെ രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയതുമാണ്. അതായത് സോനം വാങ്ചുക്കിന് പാക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം. ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി ലഭിച്ച ഒരു തെളിവ് എന്നുള്ളത് ഒരു പാക് ഇന്റലിജൻസ് ഓഫീസറെ ജമ്മു കാശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സോനം വാങ്ചുക്കിന് പാകിസ്ഥാനുമായി അല്ലെങ്കിൽ ISIയുമായൊക്കെയുള്ള ഒരു ബന്ധം വ്യക്തമാകുന്നത്. മാത്രമല്ല, ഈ വാങ്ചുക്ക് ഇതുമായി ബന്ധപ്പെട്ട മൊഴി കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്റലിജൻസ് ഓഫീസറുടെ കൃത്യമായ മൊഴി കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതിന്റെ രേഖകളുണ്ട് എന്നുള്ളതും ലഡാക്ക് DGP വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ ഈ സോനം വാങ്ചുക്ക് പങ്കെടുത്തിരുന്നു. മാത്രമല്ല, ഈ സോനം വാങ്ചുക്ക് ബംഗ്ലാദേശും സന്ദർശിച്ചിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി അന്വേഷിച്ചു വരികയാണെന്നാണ് ലഡാക്ക് DGP വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈ സോനം വാങ്ചുക്കിനെ പുറത്തുവിടണം, അയാളുടെ അറസ്റ്റ് ഒഴിവാക്കണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് CPM രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒരു വിഷയത്തിൽ CPM ഇരട്ടത്താപ്പ് നിലപാടെടുക്കുന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ സോനം വാങ്ചുക്ക് അയാൾ ഭാരതത്തെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഭാരതത്തിൽ സംഘർഷം സൃഷ്ടിക്കുവാൻ വേണ്ടി പാകിസ്ഥാനുമായി നിരന്തരം കൈകോർത്തിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ ഇതിനോടകം തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും പോലീസിനുമൊക്കെ തന്നെ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ അതിപ്പോഴും ബോധ്യപ്പെടാത്തത് CPM-നും കോൺഗ്രസിനും മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി നന്ദൻ.